ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി, സിദ്ധൂസ് ഫാമിലി വ്ലോഗ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണം. ഞങ്ങൾക്ക് ഇപ്രാവശ്യം വിഷു ഒന്നുമില്ല, പക്ഷെ അമ്പലത്തേക്ക് പോക്ക് അത് വിഷുവിനെ ഉള്ള പതിവാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല ദിവസങ്ങളിൽ മാത്രം അമ്പലത്തിൽ പോകാറുള്ളൂ. അപ്പോൾ ഇന്നൊന്നൊന്ന് പോകാൻ പറഞ്ഞിട്ട് പോകണം. ചിറ്റൂർക്കാവിലാണ് പോകണത്. ഋതു, എല്ലാവർക്കും ഹാപ്പി വിഷു പറ. ഋതുവിന് പറയാറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതി ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വെളിയിൽ വന്നിട്ടാണ് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഋതുവിനെ കൊണ്ട് മുടി വെട്ടണം എന്നായിരുന്നു. നല്ല ചൂടല്ലേ, ആദ്യമായിട്ടാണ് വെട്ടണത്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല, അവൻ എന്ത് ചെയ്യുന്നറിയില്ല. പക്ഷേ സലൂണിലെത്തിയപ്പോൾ അവൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. അവിടെ ലൈറ്റുകളും അവൻ കാണാത്തതൊക്കെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ വീടെത്തി ടബിൽ കുറച്ച് നേരം കുളിപ്പിച്ചു, കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ ബാക്കിൽ ഫുൾ പാടങ്ങളാണ്. അപ്പോൾ അതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിച്ചു. അങ്ങനെ എപ്പോഴും ചെയ്യില്ല, ഇന്ന് ആദ്യമായിട്ട് അവനെ കൊണ്ട് കുറച്ച് നേരം കളിപ്പിച്ച് അവൻ ഓടിച്ചാടി കുറേ നേരം കളിച്ചു. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ പ്രതീക്ഷിക്കാണ്ട് ഒരു അതിഥി വന്നു. അത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളുടെയാണ്, പക്ഷെ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. ഋതുവിന് നല്ല പേടിയാണ്. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് ഞാനും അവനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കണ്ടതേ നല്ലോണം പേടിച്ചു. അമ്മ പോവണ്ട പോവണ്ട പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ ചൂടല്ലേ പറഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. പക്ഷെ അത് കുടിക്കണേ ഇല്ല. പുല്ലൊക്കെ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കുടിക്കില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൻ്റെ ബാക്കിൽ എന്തോ സൗണ്ട്. പോയി നോക്കണു, കുതിര അങ്ങനെ വീട്ടിൻ്റെ ബാക്കിലെത്തി. എന്നിട്ട് കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് കൊടുത്തപ്പോൾ അതൊക്കെ കഴിക്കേണ്ട ആൾ, പക്ഷെ വെള്ളം മാത്രം കുടിക്കണില്ല. തണ്ണിമത്തൻ നല്ലോണം കഴിക്കട്ടെ. ഞാൻ ഒരു 4-5 പീസ് കൊടുത്തു, അത് ഫുള്ളായി കഴിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ഫോണിൽ ഫോട്ടോ എടുക്കണം, അപ്പം അങ്ങനെ നോക്കി. അപ്പം ഇന്ന് അത്രയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, ബൈ.